നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു കൂട്ടം CPM നേതാക്കളും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നടത്തിയ മുസ്ലിം പ്രീണനത്തിൽ അതൃപ്തരായ ഭൂരിപക്ഷമായ പിന്നാക്കക്കാരും ദളിതരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ കൈവിടിഞ്ഞു. ഇത് നമ്മളാരും പറഞ്ഞതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനമാണ്. ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം പോലും ഇവിടെ ചർച്ചയാക്കി വോട്ട് നേടാൻ CPM മത്സരിച്ചു. അതേസമയം പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്കും ജന്തു തൊഴിലാളികൾക്കും ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാതിരിക്കുകയും നവകേരള സദസ്സും കേരളീയവും പോലെയുള്ള ധൂർത്തുകൾ നടത്തുകയും ചെയ്തു. പ്രതിപക്ഷവും മാധ്യമങ്ങളും അന്നേ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ പിണറായി വിജയൻ അതൊന്നും പിടിച്ചില്ല. എന്ത് സംഭവിച്ചാലും ഇതുമായി മുന്നോട്ടു പോകുമെന്ന് കട്ടായം പറഞ്ഞു. എന്നാൽ ഞങ്ങളും കാണിച്ചു തരാമെന്ന് പാർട്ടിക്കാരടക്കമുള്ള ജനങ്ങൾ തീരുമാനിച്ചു. മിക്ക ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും UDFനാണ് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും CPMന്റെ അടിത്തറ ഇളക്കുന്ന തോൽവി സംഭവിച്ചിട്ടില്ലായിരുന്നു. ശബരിമല ഒരു പ്രത്യേക സാഹചര്യമാണ്. അത് മാറ്റി നിർത്തി പരിശോധിച്ചാൽ ആ കാര്യം വ്യക്തമാകും. കെ രാധാകൃഷ്ണൻ മാന്യനായ പൊതുപ്രവർത്തനായതുകൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ വിജയിച്ചത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ PK ബിജുവിനെ വീണ്ടും ഇറക്കിയിരുന്നുവെങ്കിൽ വട്ടപൂജ്യവുമായി നടക്കാമായിരുന്നു. ജനങ്ങളുടെയും പാർട്ടിയുടെയും താൽപര്യത്തെക്കാൾ ഉപരി പിണറായിക്ക് സ്വന്തം താൽപര്യങ്ങളും അജണ്ടകളുമാണ്. പാർട്ടി തുടക്കം മുതലേ അതിന് തടയിടാതെ വാഴയ്ക്ക് ഏണിച്ചാരുന്നതുപോലെ താങ്ങ് നൽകി നിർത്തുകയായിരുന്നു. അടപടലം വീണ് കിടക്കുകയാണിപ്പോൾ. കടുത്ത നിരാശയുണ്ടാക്കുന്ന പ്രകടനമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത് എന്ന PB അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ എന്തെല്ലാം ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉയർന്നുവെന്നും ഡൽഹിയിലിരിക്കുന്ന കാരാട്ട് ഇക്കാര്യങ്ങളെല്ലാം അപ്പോഴായിട്ട് ഇത് അറിയുന്നുണ്ടെങ്കിലും അന്നൊക്കെ വായിൽ വെള്ളം ഒഴിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും പറയുന്നതിൽ എന്താണ് അർത്ഥം? ജനം തോൽപ്പിച്ച് നാണം കെടുത്തിയിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ കസേരയെ ഒഴിയാൻ താൻ തയ്യാറല്ല എന്ന് പിണറായി പ്രതിപക്ഷത്തോട് പറഞ്ഞത് അവരെ ഉദ്ദേശിച്ച് മാത്രമല്ല, CPMലെ നേതാക്കളെ കൂടി ഉദ്ദേശിച്ചാണ്. മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി എങ്ങനെ മാറ്റും? അല്ലെങ്കിൽ ഈ പരിഹാര മാർഗം എന്താണ്? മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന വ്യാപകമായ വിമർശനം പാർട്ടിക്കുള്ളിലും പുറത്തുമുണ്ടായി. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. തോൽവിയിൽ മുങ്ങിത്താഴ്ന്നിട്ടും ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചയാളെ എങ്ങനെ മാറ്റാനാണ്? അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന നേതൃത്വമാകെ അസ്വസ്ഥരാണ്. പ്രശ്നം എങ്ങനെ പരിഹരിക്കും? മുഖ്യമന്ത്രി മാറാൻ തയ്യാറായാൽ തന്നെ മരുമകനെ കസേരയിൽ ഇരുത്തണമെന്ന് അയാൾ വാശി പിടിക്കും. നിലവിലെ സാഹചര്യത്തിൽ അത് പാർട്ടിയുടെ കുഴിത്തോണ്ടുന്ന പരിപാടിയാകും. പിന്നെ എന്താണ് പോംവഴി? KK ശൈലജ ടീച്ചറെ വടകര കൊണ്ടു നിർത്തി നാണം കെടുത്തിക്കളഞ്ഞു. കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്കും പോയി. പരാജയം പിണറായി മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് ശൈലജയെയും രാധാകൃഷ്ണനെയും സ്ഥാനാർത്ഥികളാക്കിയത്. തനിക്ക് പകരക്കാരെയും ഇല്ലാത്ത രീതിയിൽ പിണറായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോടിയേരി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഇതിലും വലിയ സുവർണ അവസരം ലഭിക്കില്ലായിരുന്നു. ഘടകകക്ഷികൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം. കേരള ഘടകത്തെ മാത്രം ആശ്രയിച്ചാണ് CPM മുന്നോട്ടു പോകുന്നത്. ആ നിലയ്ക്ക് കേന്ദ്ര നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അഥവാ നേതൃമാറ്റം വേണമെന്ന് അവർ ഉറച്ചു നിന്നാൽ സംസ്ഥാനത്തെ പല നേതാക്കളെയും അതിനൊപ്പം നിൽക്കുകയും പിണറായി മാറാൻ നിർബന്ധനാകേണ്ടി വരും. ഇപ്പോൾ മാറിയില്ല എങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറേണ്ടി വരും. അന്ന് ഇതിലും വലിയ നാണക്കേടാവും ഉണ്ടാകാൻ പോകുന്നത്. കാരണം നിലവിൽ ശക്തരായ BJP പല തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ മുന്നേറ്റം നടത്തും. തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ CPMന്റെ കയ്യിൽ നിന്ന് BJP പിടിച്ചെടുക്കും. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും അതിനുള്ള എല്ലാ പണികളും ചെയ്തു വെച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥികൾ വെറുതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ മതിയാകും. കോൺഗ്രസിനെ നിലംപരിശാക്കിയ BJPയാണ് നിലവിൽ നഗരസഭ പ്രതിപക്ഷ പാർട്ടി. പാലക്കാട് അടക്കമുള്ള മുനിസിപ്പാലിറ്റികളും അവർ ഭരിക്കുന്നുണ്ട്. തിരുവനന്തപുരം അവർ പിടിച്ചെടുക്കുമെങ്കിൽ കേരളത്തിൽ അത് ചരിത്രമാകും. നഗരസഭ രൂപീകരിച്ച ശേഷം CPMമാണ് ഭരണം നടത്തുന്നത്. സെക്രട്ടറിയുടെ മൂക്കിന് കീഴെ വരെ പരാജയപ്പെട്ട് സ്ഥാനം ഒഴിയുന്നതിനേക്കാൾ നല്ലത് മര്യാദയ്ക്ക് ഇപ്പോൾ രാജിവെച്ച് ഒഴിയുന്നതാണ്. അല്ലെങ്കിൽ വരുന്ന 2 കൊല്ലം എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഭരണം കാഴ്ചവെക്കണം. അതിനുള്ള കഴിവ് പിണറായിക്ക് ഇന്ന് ഉണ്ട്. എന്നാൽ അത് നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മക്കളുടെയും മകന്റെയും അടക്കമുള്ള താല്പര്യങ്ങൾ മുഖ്യമന്ത്രി എടുത്ത് ഈ ആമഴഞ്ചാൻ തോട്ടിലിറയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്.